ഹലോ എവ്രി വൺ, ഇറ്റ്സ് മുരിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്നായിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ എപ്പോഴും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ഒരു സെന്ന് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്നിനെ പറ്റിയിട്ടായിരിക്കും ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ. കാരണം ഞാൻ ആക്ച്വലി യൂട്യൂബിൽ വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനിത് എടുക്കുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടിട്ടാണ് യൂട്യൂബിലും കൂടി ഇട്ടേക്കാമെന്ന് വിചാരിച്ചത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജപ്പാനിലുള്ള സുസുക്കി സെർവോ മോഡ് എന്ന് പറയുന്ന ഒരു വാഹനത്തിന് ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് നമ്മളുടെ മാരുതി സെന്നിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് വണ്ടിപ്രേമികളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരുതി സെൻ എന്ന് പറയുന്നത്. ഒരു മിനി ഹാച്ച് ബാക്ക് വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വണ്ടി. ഏകദേശം 750 കിലോ മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ. അതുകൊണ്ട് ചെറിയ എഞ്ചിനിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിക്കപ്പും കൂടെ തരുന്ന ഒരു വണ്ടിയാണ് സെൻ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് ഈ വണ്ടിപ്രേമികളുടെ ഇടയ്ക്ക് ഭയങ്കര ഡിമാൻഡും കൂടെ ഉള്ളൊരു വണ്ടിയാണ് സെൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2004 മോഡൽ സെന്ന് MPFI ആണ്. കുറേ ആൾക്കാർ കാർബറേറ്റർ ചോദിക്കും, കുറേ ആൾക്കാർ സെന്ന് MPFI ചോദിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ MPFI ആണ് കൂടുതലും ആൾക്കാരും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2004 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. അതിന് മുമ്പ് ഒരു പ്രായമായിട്ടുള്ളൊരു ചേട്ടനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടാ. ആകെ 1,80,800 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഞാൻ ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിലവിൽ വണ്ടിയിൽ വേറെ മെക്കാനിക്കൽ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്രയും ക്ലീൻ ആക്കി ഇട്ടേക്കുവാണ്. ദേ ഇതാണ് കിലോമീറ്റർ. 1,748 ഓടിയിട്ടുണ്ട്. ഞാൻ റൗണ്ട് ചെയ്തിട്ടാണ് 1,800 എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഇൻറ്റീരിയർ ആണ്. ഇതിൽ നമുക്കിനി വേറെ മെക്കാനിക്കൽ വർക്ക് എന്ന് പറയാനായിട്ട് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ. കാരണം ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2029 വരെ നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട. വണ്ടി നിങ്ങൾക്ക് തരുന്ന സമയത്ത് എന്തായാലും നമ്മൾ പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി തരത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ഗ്ലാസും കാര്യങ്ങളും ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം 2004 ഗ്ലാസ്സാണ് കിടക്കുന്നത്. അതും ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. 2004 അതെ, എല്ലാം 2004 ഗ്ലാസ്സാണ് കിടക്കുന്നത്. കാണാൻ പറ്റുമോ? 2004 ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. കണ്ട, ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ചെയ്തിട്ടില്ല. അതാ എയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതെ, പിന്നെ ഈ സംഭവം നിങ്ങൾ നോക്കണ്ട. ഇതെല്ലാം കസ്റ്റമർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇട്ടിട്ടേ തരത്തുള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അകത്തായിട്ട് നമ്മുടെ ആ ഒരു ചെറിയൊരു ഡാഷ്ബോർഡിൻ്റെ അവിടെ ഒരു സാധനം വരുന്നുണ്ടല്ലോ. ഇതെല്ലാം കസ്റ്റമർ ക്ലിയർ ചെയ്തിട്ടേ നിങ്ങൾക്ക് വണ്ടി തരത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കും പെൻഡിങ് ആക്കത്തില്ല. എല്ലാ വർക്കും ക്ലിയർ ചെയ്തിട്ടേ വണ്ടി നിങ്ങൾക്ക് തരത്തുള്ളൂ കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാനിനി അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ MPFI സെന്നിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. പിന്നെ ഇതൊരു പഴയ കാറാണ്. സോ വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വന്ന് വണ്ടി ഓടിച്ച് തന്നെ നിങ്ങൾ എടുക്കുക. അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. സോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ